മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കളഞ്ഞ ജീവനും കണ്ടെത്തിയ ജീവനും എന്നൊരു വിഷയം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കുടപ്പിറപ്പുകളെ ജീവിക്കുവാൻ വേണ്ടി മരിക്കുക എന്നത് ലോകമാർഗക്കാർക്ക് ആശ്ചര്യമേറുന്ന ഒരു കേൾവിയാണ്. അവർക്കിത് ദഹിക്കുന്ന കാര്യമല്ല. ജീവന്റെ ഉറവിടമാകുന്ന ക്രിസ്തു നൽകുന്ന ജീവൻ കണ്ടെത്തിയവൻ, അല്ലെങ്കിൽ ആ ജീവൻ പ്രാപിച്ചവൻ, അത് വിലമതിക്കാൻ കഴിയാത്ത ജീവനായി അതിനെ കൈക്കൊള്ളുന്നു. അപ്പോൾ തന്നെ അവരുടെ ജീവൻ ഈ ലോകത്തിൽ ഭദ്രമായിരിക്കുമെന്ന് അവർ ചിന്തിക്കുന്നതേയില്ല. ഒരുവൻ ജീവദായകനായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഇറങ്ങുന്നത് തന്നെ ഒരളവിൽ തൻ്റെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ടാണ്. ഫലം കായ്ക്കാനുള്ള ജീവനെ പ്രാപിച്ചിരിക്കുന്ന ദൈവ പൈതൽ സമൃദ്ധിയായ ഫലം കായ്ക്കണമെങ്കിൽ അവൻ ഈ ലോകത്തിന് മരിച്ചവനായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും എന്നാണ്. തൻ്റെ ജീവനെ തനിക്കായി മാത്രമുള്ള ജീവനായി കരുതി അതിനെ കാത്തുസൂക്ഷിക്കുന്നവൻ അതിനെ കളയുവാൻ ഒരുങ്ങുകയാണ്. എവിടേക്കായിരിക്കും അതിനെ കളയുന്നത്? നിത്യനരകത്തിലേക്ക്. എന്നാൽ കർത്താവ് നിമിത്തം തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ, ഒരു യഥാർത്ഥ വിശ്വാസി, തനിക്കായി ജീവിക്കാതെ കർത്താവിനായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും അതു നിമിത്തം തൻ്റെ ജീവനെ വിലയേറിയതെന്നെണ്ണാതെ ഇരുന്നാൽ അവൻ തൻ്റെ ജീവനെ നേടുകയാണ് ചെയ്യുന്നത് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. നേടേണ്ടതായ ജീവൻ കർത്താവിൽ നിന്ന് നേടുകയും ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തു തീർക്കുകയും ചെയ്താൽ പിന്നെന്തിനാ ഇവിടത്തെ ജീവന് വേണ്ടി പരക്കം പായണം? വിളിക്കപ്പെട്ടവന്റെ ജീവിതം കർത്താവിന് വേണ്ടി കളയുവാൻ കഴിഞ്ഞാൽ ഏറിയ ജീവനെ നേടുവാൻ കഴിയും. കർത്താവിന്റെ വിളി നിമിത്തം ഇവിടെ നമ്മുടെ ജീവനെ ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യണം. അപ്പോസ്തലനായ പൗലോസ്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ ചെലവിട്ടും ചെലവായി പോവുകയും ചെയ്യുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. തൻ്റെ ജീവനെ താൻ വിലയേറിയതെന്ന് എണ്ണുന്നില്ല. തൻ്റെ ജീവനെ തന്നെ താൻ കർത്താവിന് വേണ്ടി പൂർണ്ണമായി വിട്ടുകൊടുത്തു. പ്രിയരേ, യേശു കർത്താവ് കോതമ്പ് മണി നിലത്ത് വീണ് തന്നെ തന്നെ കളയുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. മരിക്കുന്നതിലൂടെയാണ് നാം ക്രിസ്തുവിന് വേണ്ടി കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നത്. ഇതിനർത്ഥം ഫലം പുറപ്പെടുവിക്കുന്നതിനായി നാം ശാരീരികമായി മരിക്കണമെന്നുള്ളതല്ല. നാം നമ്മുടെ സ്വയത്തിന് മരിക്കണം. നമ്മുടെ പഴയ പാപസ്വഭാവമുള്ള സ്വയം മരിച്ചാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാനാകുകയുള്ളൂ. അതിൽ കൂടി നമുക്ക് ഈ ലോകത്തിൽ തൻ്റെ ജീവനെ വെറുക്കുവാനും നിത്യജീവനെ പ്രാപിക്കുവാനും കഴിയും. നാം നമ്മെ മുഴുവനായി വെറുക്കണമെന്നല്ല കർത്താവ് പറഞ്ഞത്. ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹം വളരുമ്പോൾ നമ്മോട് തന്നെയോടുള്ള സ്നേഹം നാം പകയ്ക്കാനിടയാകും. നമ്മുടെ പാപസ്വഭാവത്തെയും ക്രിസ്തുവിനെയും ഒരേ സമയം നമുക്ക് സേവിക്കുവാൻ, സ്നേഹിക്കുവാൻ കഴിയുകയില്ല. സ്വന്തം ജീവനെ സ്നേഹിക്കുന്നവന് പൂർണ്ണമായി ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ കഴിയില്ല. സ്വന്തം ജീവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പലർക്കും പലതും ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തു നൽകുന്ന ജീവന് വേണ്ടി വിടാൻ കഴിയാത്തത്. വസ്തുവകകളോ അവകാശങ്ങളോ ജോലിയോ സ്വന്തം ബന്ധങ്ങളോ ഒക്കെ പകയ്ക്കുന്നവന് മാത്രമേ കർത്താവിനെ സ്നേഹിക്കാനാകുകയുള്ളൂ. എൻ്റെ അടുക്കൽ വരികയും
അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടി പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്നാണ് കർത്താവ് നൽകുന്ന ജീവനെ പ്രാപിക്കുന്നതിനുള്ള മാനദണ്ഡത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്. പകയ്ക്കുക എന്ന വാക്ക് കർത്താവ് ഉപയോഗിച്ചത് ഏറെ ശ്രദ്ധേയമാണ്. ഇവയൊന്നും നാം നേടുന്ന ജീവന് തടസ്സമാകരുതെന്നാണ് കർത്താവ് അർത്ഥമാക്കുന്നത്. അല്ലാതെ ഇവരെയെല്ലാം ഉപേക്ഷിച്ച് കളയാനല്ല. ശിഷ്യന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ് നിത്യമായ ജീവൻ. ഈ ജീവൻ നേടാൻ ഒരുവൻ സ്വന്തം ജീവനെയും പകയ്ക്കുവാൻ കഴിയുന്നവനാകണം. സ്വന്തം ജീവനെ പകയ്ക്കുകയും യേശു നൽകിയ ജീവനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു ദൈവപൈതലിനെ ലോകം പകയ്ക്കുവാനിടയാകും. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു, അതുകൊണ്ടാണ് ഈ ലോകം നിങ്ങളെ പകയ്ക്കുന്നത്. കൂടപ്പിറപ്പുകളെ, യേശുവിൻ്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുത്തേണ്ടതിന് യേശുവിൻ്റെ മരണം നാം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നവരാകണമെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നല്ല ഇടയനായ കർത്താവ് തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നവനാണ് എന്ന് വെളിപ്പെടുത്തുന്നു. ആ ജീവനെ അവൻ നമ്മിൽ പകർന്നിരിക്കുന്നു. ആ ജീവനെ നാം സ്നേഹിക്കുകയും വിലയേറിയതായി എണ്ണുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം ജീവനെ പകയ്ക്കുകയും അതിനെ കോതമ്പമണിയായി നിലത്തിടുവാനും നിലത്ത് വീഴ്ത്തപ്പെട്ട കോതമ്പമണി ചാകുകയും അതിൽ നിന്ന് അനേകം ജീവനുള്ള ഗോതമ്പ് മണികൾ ഉണ്ടാകുകയും ചെയ്യുന്നവരായി കർത്താവിനായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുവാൻ കഴിയും. അങ്ങനെ ഒരു ആത്മീക അനുഗ്രഹീതമായ വിശുദ്ധ വിശ്വാസ വിജയകരമായ ജീവിതം നയിക്കുവാൻ പരിശുദ്ധനായ ദൈവം എല്ലാവർക്കും സഹായിക്കട്ടെ. ഇന്ന് പകലിലും അങ്ങനെ ജീവിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. മഹത്വത്തിന് പ്രത്യാശയായിരിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സ്വന്തം ജീവനെ വിലയേറിയതായി എണ്ണാതെ ദൈവം ഞങ്ങൾക്ക് ദാനം തന്ന അങ്ങയുടെ ജീവനെ ഏറ്റവും അധികം സ്നേഹിക്കുകയും വിലയേറിയതായി കാണുകയും കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി പ്രവർത്തിക്കുന്നവരായി നിലകൊള്ളുകയും ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. അങ്ങയുടെ മക്കൾ ഓരോരുത്തരും സാക്ഷ്യമുള്ളവരായി നിലകൊള്ളുവാൻ സഹായിക്കണം. ഇന്ന് പകലിൽ അവരവർക്ക് അർഹതപ്പെട്ട മറുപടികളും വിടുതലുകളും സർവശക്തനായ ദൈവം പകരണമെന്നും പ്രാർത്ഥിക്കുന്നു. ജനത്തിന് ചുറ്റും പ്രാർത്ഥനയുടെ കോട്ട കിട്ടുന്നു. ജനം വിടുവിക്കപ്പെടട്ടെ. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു ക്രിസ്തുവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിനു വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.